നമസ്കാരം. സംഭവ ബഹുലമായൊരു വാർത്താ ദിനം അതിന്റെ അന്ത്യത്തിലേക്ക് അടുക്കുമ്പോൾ ഇന്നത്തെ സമ്പൂർണ്ണ വാർത്തകളുമായി പ്രൈം ടൈം ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യ വാർത്ത. സംസ്ഥാനത്ത് വേനൽ മഴയിൽ 2 മരണം. കോഴിക്കോട് ചാത്തമംഗലത്ത് വീട്ടമ്മ മിന്നലേറ്റ് മരിച്ചു. ഇടുക്കിയിൽ കനത്ത മഴയിൽ കല്ലും മണ്ണും ദേഹത്ത് വീണ് തമിഴ്നാട് സ്വദേശി അയ്യാവാണ് മരിച്ചത്. മുണ്ടക്കയത്ത് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് മിന്നലേറ്റു. ഇന്ന് 6 ജില്ലകളിലും നാളെ 4 ജില്ലകളിലും യെല്ലോ അലേർട്ടാണ്. ഏലത്തോട്ടത്തിൽ ജോലി ചെയ്യവെയാണ് ഇടുക്കി അയ്യപ്പൻ കോവിൽ സുൽത്താനിയായിൽ താമസിക്കുന്ന അയ്യാവു മരിച്ചത്. കല്ലും മണ്ണും ദേഹത്തേക്ക് പതിക്കുകയായിരുന്നു. ചാത്തമംഗലം താത്തൂർ എറക്കോട്ടുമ്മൽ ഫാത്തിമയാണ് മിന്നലേറ്റു മരിച്ചത്. വൈകിട്ടോടെയായിരുന്നു അപകടം. ഉച്ചയ്ക്ക് ശേഷം പെയ്ത ശക്തമായ മഴയ്ക്ക് പിന്നാലെയുണ്ടായ ഇടിമിന്നലിൽ ഇടുക്കി നെടുങ്കണ്ടത്തും തിരുവനന്തപുരം വെള്ളറയിലും വീടുകൾ തകർന്നു. ഇടുക്കിയിൽ പ്രകാശ് ഗ്രാം പാറയിൽ ശശിധരന്റെ വീടും വെള്ളറട കിളിയൂരിൽ സത്യരാജിന്റെ വീടുമാണ് തകർന്നത്. പാലക്കാട് അമ്പലപ്പാറയിൽ ശക്തമായ കാറ്റിലും മഴയിലും വീട് തകർന്നു. മുണ്ടക്കയത്ത് വരിക്കാനിയിലെ തൊഴിലുറപ്പ് ജോലിക്കിടെ തൊഴിലാളികൾക്ക് മിന്നലേറ്റു. 8 പേർക്കാണ് മിന്നലേറ്റത്. കൊച്ചിയിലും പത്തനംതിട്ടയിലും വിവിധയിടങ്ങളിൽ പരക്കെ വേനൽ മഴ ലഭിച്ചു. ശക്തമായ മഴയിൽ പത്തനംതിട്ട കനറ ബാങ്ക് ശാഖയിലും ATMിലും വെള്ളം കയറി. നല്ലൊരു മഴ പെയ്തു. നമ്മൾ നോക്കുമ്പോൾ പെട്ടെന്ന് ഒരു 10 സെക്കൻഡ് മുമ്പ് സംഭവിച്ച കാര്യങ്ങളായിരുന്നു. വേനൽ മഴ 2 ദിവസം കൂടി തുടരുമെന്നാണ് മുന്നറിയിപ്പ്. ഇന്ന് പത്തനംതിട്ട, നാളെ തിരുവനന്തപുരം, പത്തനംതിട്ട, മലപ്പുറം, വയനാട് ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. തെക്കൻ തമിഴ്നാടിന് മുകളിലും തെക്കൻ ആൻഡമാൻ കടലിന് മുകളിലുമായി നിലനിൽക്കുന്ന ചക്രവാത ചുഴിയും അറബിക്കടലിൽ നിന്നും ബംഗാൾ ഉൾക്കടലിൽ നിന്നും വരുന്ന കാറ്റുമാണ് മഴയ്ക്ക് കാരണമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കന്യാകുമാരി തീരത്ത് രാത്രി വരെ കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ട്. 24 തിരുവനന്തപുരം. കൊച്ചിയിൽ തൊഴിൽ പീഡനത്തിന്റെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്ന വാർത്താ ദിനമാണിന്ന്. മാർക്കറ്റിംഗ് സ്ഥാപനത്തിൽ ടാർഗറ്റ് പൂർത്തിയാക്കാത്തവരെ നായ്ക്കളെപ്പോലെ കഴുത്തിൽ ബെൽറ്റിട്ട് നടത്തിച്ചു. പെരുമ്പാവൂരിലെ ഹിന്ദുസ്ഥാൻ പവർ ലിങ്ക്സ് എന്ന സ്ഥാപനത്തിലാണ് കൊടും ക്രൂരതയെന്ന് മുൻ ജീവനക്കാരൻ പറഞ്ഞു. സംഭവത്തിൽ തൊഴിൽ മന്ത്രി വി ശിവൻകുട്ടി റിപ്പോർട്ട് തേടി. മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു. ഇതേ ഏജൻസിയുടെ കീഴിലുള്ള പെരുമ്പാവൂർ അറക്കപ്പടിയിലെ ഓഫീസ് കെട്ടിടത്തിൽ ലേബർ ഓഫീസറും പോലീസും പരിശോധന നടത്തി. ടാർഗറ്റ് പൂർത്തിയാക്കാത്തതിന്റെ പേരിൽ ക്രൂരപീഡനമേൽക്കുന്ന തൊഴിലാളികളുടെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. പെരുമ്പാവൂരിലെ ഹിന്ദുസ്ഥാൻ പവർ ലിങ്ക്സ് എന്ന സ്ഥാപനത്തിലാണ് പീഡനം നടന്നതെന്ന് മുൻ ജീവനക്കാരൻ. നനഞ്ഞ തുണിയൊക്കെ അതുകൊണ്ട് തല്ലലും പിന്നെ ഈ വൃത്തിയായിട്ട പണിഷ്മെന്റാണ്. ഈ പരസ്പരം പാൻ്റാകാട്ട് അഴിക്കുക. പിന്നെ ഈ ചീന പഴ 2 ദിവസം പഴകിയ പഴമായിരുന്നു. അത് എടുത്തിട്ടും വന്നിട്ട് വേസ്റ്റ് ബാസ്കറ്റിന് എടുത്തിട്ടും വന്നിട്ട് താഴെ ഇട്ടിട്ട് ഈ അതിൻ്റെ തുപ്പിയിട്ട് തരും. അത് ഇതാക്കാൻ പറയും. പിന്നെ ഒരു കോയിൽ നിലത്തിട്ടിട്ട് ഇവിടെ നിന്ന് അവിടം വരെ നക്കുക, അവിടെ നിന്ന് തിരിച്ചിങ്ങോട്ട് വെക്കുക. വാർത്തയ്ക്ക് പിന്നാലെ സ്ഥാപനത്തിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെയും ഡിവൈഎഫ്ഐയുടെയും നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തി. ഓഫീസിനുള്ളിലേക്ക് ഇടിച്ചു കയറി പ്രതിഷേധക്കാർ MDയുടെ കസേര വലിച്ചു പുറത്തിട്ടു. സംഭവത്തിൽ പരാതി ലഭിച്ചിട്ടില്ലെന്ന് പോലീസ്. റിട്ടേൺ കംപ്ലൈന്റ് കിട്ടിയിട്ടില്ല. പക്ഷേ ഇയാളുടെ അറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള തെളിവെടുപ്പും മറ്റു കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പോയപ്പോൾ ഇത്തരത്തിലൊരു പരാതിയുടെ ഉയർന്നു കേട്ടതായി ഒരു ഇൻഫർമേഷൻ അവിടെ നിന്നുണ്ട്. അത് ക്ലാരിഫൈ ചെയ്തിരിക്കുന്നു. ജില്ലാ ലേബർ ഓഫീസറോട് അടിയന്തര റിപ്പോർട്ട് നൽകാൻ തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ആവശ്യപ്പെട്ടു. ഡിസ്ട്രിക്ട് ലേബർ ഓഫീസറിന് സംഭവ സ്ഥലത്ത് പോകാനും പോയി കാര്യങ്ങൾ പരിശോധിച്ച് അടിയന്തരമായ റിപ്പോർട്ട് 2 ദിവസം തരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. റിപ്പോർട്ട് പരിശോധിച്ച ശേഷം ആവശ്യമായ കർശന നടപടി എടുക്കും. നിലവിൽ പ്രചരിക്കുന്ന സംഭവങ്ങൾ തങ്ങളുടെ ഓഫീസിൽ വെച്ചുണ്ടായതല്ലെന്ന് കമ്പനി അധികൃതർ മാധ്യമങ്ങളോട് പറഞ്ഞു. ഞങ്ങളുമായി ബന്ധപ്പെട്ടതല്ലാതെ ഞങ്ങൾ ഇവിടെ സെയിൽസ് സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് അതിൻ്റെതായ ശമ്പളം കിട്ടുന്നുണ്ട്. കാര്യങ്ങൾ ഇതെവിടെ ഇത്രയും ആൾക്കാർ ഇരിക്കുന്നുണ്ട്, നിങ്ങൾ ചോദിച്ചു നോക്കൂ. പെരുമ്പാവൂരിലെ സ്വകാര്യ സ്ഥാപനത്തിൽ ജീവനക്കാരിയെ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്ന പരാതി നേരത്തെ ഉയർന്നിരുന്നു. ഈ സ്ഥാപനത്തിൽ തന്നെയാണോ വീഡിയോയ്ക്ക് ആധാരമായ സംഭവങ്ങൾ നടന്നതെന്ന് പരിശോധിക്കുമെന്നും പ്രചരിക്കുന്ന ദൃശ്യങ്ങളുടെ ആധികാരികതയെക്കുറിച്ച് അന്വേഷണം നടത്തുമെന്നും പോലീസ് അറിയിച്ചു. വിഷയത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു. 24 കൊച്ചി. ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ഇനി. പത്തനംതിട്ട ജില്ലയിൽ 10 വർഷത്തിനിടെ മയക്കുമരുന്ന് കേസുകൾ ഇരട്ടിയായി വർദ്ധിച്ചു.
2013 7 കിലോ കഞ്ചാവാണ് പിടികൂടിയത്. എന്നാൽ 2023 ആയപ്പോഴേക്കും ഇത് 115 കിലോയായി വർദ്ധിച്ചു. 2012 മയക്കുമരുന്ന് കഞ്ചാവ് കേസുകളുടെ എണ്ണം 22 ആയിരുന്നു. 2022 രജിസ്റ്റർ ചെയ്തത് 524 കേസുകൾ എന്നാണ് കണക്ക്. 24 പ്രൈം ടൈം ബ്രേക്കിംഗ് ആണ് ഈ വാർത്ത. വിശദാംശങ്ങളുമായി AV ജയശങ്കർ തത്സമയമുണ്ട്. ജയശങ്കർ, ഞെട്ടിക്കുന്ന തരത്തിലുള്ള കണക്കുകളാണ് പുറത്തു വരുന്നത്. അതിപ്പോൾ ഏത് തരത്തിലേക്കാണ് നമ്മൾ അതിനെ കാണേണ്ടതിൽ? കോവിഡ് കാലത്തിന് ശേഷം ഈ കണക്കിൽ വലിയ വർധനയുണ്ടായിട്ടുണ്ട് എന്നത് കൂടി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ടല്ലോ. അതായത് പോലീസ് എടുത്ത കേസുകളുമായി ബന്ധപ്പെട്ട് അതിന്റെ അവലോകനത്തിലാണ് ഇത്തരം ഒരു കണക്ക് വരുന്നത്. 2013 7 കിലോ കഞ്ചാവ് പിടിച്ചപ്പോൾ 2023 പിടികൂടിയത് 115 കിലോ കഞ്ചാവാണ് പത്തനംതിട്ട ജില്ലയിൽ. 2012 മയക്കുമരുന്ന് കേസുകൾ 12 ആയിരുന്നു, കഞ്ചാവ് കേസുകൾ 10 ആയിരുന്നു. എന്നാൽ 2022 എത്തിയപ്പോൾ മയക്കുമരുന്ന് കേസുകൾ മാത്രം 524 ആയി. കഞ്ചാവ് കേസുകളുടെ എണ്ണം 76 ഉയർന്നു. 2024 72 കഞ്ചാവ് കേസുകൾ റിപ്പോർട്ട് ചെയ്തു. ഒപ്പം തന്നെ MDMA കേസുകൾ 5 ഈ കഞ്ചാവ് വീട് ഉപയോഗിച്ചതിന് മാത്രം 190 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. അതായത് പ്രാദേശികമായി കഞ്ചാവ് ചെറിയ മൈക്രോ ലെവലിൽ വിതരണം ചെയ്താണ് ഇത്തരം കഞ്ചാവ് വീടുകൾ ഉപയോഗിക്കുന്നതെന്നാണ് പറയുന്നത്. ആകെ 2024 268 കേസുകളിൽ 300ഓളം പേർ പിടിയിലായി. ജില്ലയിൽ MDMA ഉൾപ്പെടെയുള്ള കേസുകൾ വ്യാപിച്ചത് കോവിഡിന് ശേഷം എന്നാണ് പോലീസിന്റെ ഇത്തരം ഡാറ്റ അവലോകനം ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. പോലീസ് ഇങ്ങനെ ജില്ലാടിസ്ഥാനത്തിൽ ഇത്തരത്തിൽ ഡാറ്റകൾ ഏകോപിച്ച് വരുന്നേയുള്ളൂ. പക്ഷേ നമുക്ക് ജില്ലയിൽ നിന്ന് ചില സോഴ്സുകളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് പൊതുവിൽ ജില്ലയിൽ കോവിഡിന് ശേഷം ഇത്തരത്തിൽ കഞ്ചാവ് മറ്റ് മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട കേസുകളിലെ വലിയ വർധനവുണ്ട്. ഈ 2012 2023 ഒക്കെ കേസുകൾ പരിശോധിക്കുമ്പോൾ ഇവിടെ എണ്ണം വലിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ട്. ഈ വർഷം ആരംഭത്തിൽ തന്നെ ഈ മയക്കുമരുന്നിനെതിരെയും കഞ്ചാവിനെതിരെയും പോലീസും എക്സൈസും വലിയ തോതിലുള്ള പരിശോധനകൾ നടത്തിയിട്ടുണ്ട്. ഈ 3 മാസത്തെ കണക്കുകൾ കൂടി ഉൾപ്പെടുത്തിയാൽ ഇവിടെ അളവ് വലിയ തോതിൽ ഉയരാനുള്ള ഒരു സാധ്യതയാണ്. എന്തായാലും താഴെ തട്ടിൽ അടിസ്ഥാന ഘടകങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് എക്സൈസും പോലീസും ദിനം പ്രതി പരിശോധനകൾ നടത്തുന്നുണ്ട്. ഈ അന്യസംസ്ഥാന തൊഴിലാളികളുടെ ക്യാമ്പുകൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധനയുണ്ട്. എക്സൈസും ഉൾപ്പെടെ ആളുകൾ ഈ മെയ് മാസത്തിൽ മാത്രം മാർച്ച് മാസത്തിൽ മാത്രം 800ഓളം കേസുകൾ എക്സൈസ് മാത്രം പിടിച്ചെന്ന് എക്സൈസിന്റെ ഒരു വാർത്താക്കുറിപ്പ് ഇന്ന് വന്നിരുന്നു. അങ്ങനെ അത്തരത്തിൽ വിപുലമായ രീതിയിൽ പോലീസും എക്സൈസും എല്ലാം തന്നെ താഴെ തട്ടിൽ പരിശോധനകൾ കർശനമാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയും ഇത്തരത്തിൽ മയക്കുമരുന്നുകളുമായി ബന്ധപ്പെട്ട കേസുകളുടെ എണ്ണം ഉയരാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത്. അതായത് ഞെട്ടിക്കുന്ന കണക്കുകളാണ് പുറത്തു വരുന്നത്. കഴിഞ്ഞ 10 വർഷത്തിനിടെ മാത്രം പത്തനംതിട്ട ജില്ലയിൽ 40 ഇരട്ടിയിലേറെ മയക്കുമരുന്ന് കേസുകൾ പിടികൂടിയിട്ടുണ്ട് എന്നുള്ളതാണ്. ലഹരിക്കും അക്രമത്തിനുമെതിരായ 24ന്റെ പോരാട്ടം തുടരുന്നു. VPS Lakeshore presents SKN40, presented by VPS Lakeshore, co-presented by Lulu Group India, Ujala Fabric Conditioner, co-powered by MyG Future, Xylem Learning App, Indian Institute of Commerce, Lakshya, Leela Ravis. Celebrating partners, Joya Lucas, Jain Deemed to be University Kochi, Crown Plaza, Kochi, VKC Dibon, Swayamvara Silks, NIMS, a unit of NI Educational Trust, MGM Group of Educational Institutions, Medimix, Rich Max Finvest, Region Care, Benny's Royal Tours Private Limited, G-Tech Computer Education, Milma, New Rajasthan Marbles. ലഹരിക്കും അക്രമത്തിനുമെതിരെ 24 നടത്തുന്ന SKN40 കേരള യാത്രയുടെ 2ാം ഘട്ടത്തിന് നാളെ തൃശൂരിൽ തുടക്കം. തേക്കിൻകാട് മൈതാനിയിൽ നിന്ന് രാവിലെ 7 മണിക്ക് ഗുഡ് മോർണിംഗ് വിത്ത് ആർ ശ്രീകണ്ഠൻ നായർ ഷോയോടുകൂടി യാത്ര തുടങ്ങും. വടക്കൻ കേരളത്തിലും ലഹരി വിരുദ്ധ സന്ദേശം എത്തിച്ച യാത്ര ഈ മാസം 20-ന് കോഴിക്കോട് ബീച്ചിൽ മഹാസമ്മേളനത്തോടെ സമാപിക്കും. അരുത് അക്രമം, അരുത് ലഹരി, അരുതരുതരുത വിവേകം. അരുത് അക്രമം, അരുത് ലഹരി, അണിചേരുക നാം ഒന്നായി. അരുത് അക്രമം, അരുത് ലഹരി, അരുതരുതരുത വിവേകം. അരുത് അക്രമം, അരുത് ലഹരി, അണിചേരുക നാം ഒന്നായി. ലഹരിക്കും അക്രമത്തിനുമെതിരായ SKN40 കേരള യാത്രയിൽ പ്രായഭേദമന്യേ ആയിരങ്ങൾ അണിനിരക്കും. തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ നിന്ന് രാവിലെ 7 മണിക്ക് 2ാം ഘട്ട യാത്രയ്ക്ക് തുടക്കമാകും. പൂങ്കുന്നം ഗ്രാമത്തിലും ശ്രീ കേരളോർമ്മ കോളേജിലും യാത്രയെത്തും. അക്കിക്കാവ് റോയൽ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ലഹരി വിരുദ്ധ പോരാട്ടത്തിൽ പങ്കാളികളാകും. എരുമപ്പെട്ടിയിൽ നാടാകെ ഒന്നിച്ചുള്ള ലഹരി പോരാട്ടത്തിനാകും സാക്ഷ്യം വഹിക്കുക.
രണ്ടാം ഘട്ടത്തിലെ ആദ്യ ദിനം വടക്കാഞ്ചേരി ഏങ്കക്കാട് സമാപിക്കും. ചേലക്കര, കുത്താമ്പുള്ളി, ചെറുതുരുത്തി, തൃശൂർ നഗരം, അരിമ്പൂർ എന്നിവിടങ്ങളിലും തിങ്കളാഴ്ച യാത്രയെത്തും. 8, 9 തീയതികളിൽ യാത്ര പാലക്കാടെത്തും. 10, 11, 12 തീയതികളിലാണ് മലപ്പുറം ജില്ലയിലെ പര്യടനം. 13-നും 14-നും വയനാട്ടിലും 15-നും 16-നും കോഴിക്കോട് ജില്ലയിലുമാണ് പര്യടനം. കണ്ണൂർ ജില്ലയിൽ 17, 18 തീയതികളിൽ യാത്രയെത്തും. ഈ മാസം 19-നാണ് കാസർഗോഡ് ജില്ലയിലെ പര്യടനം. 20-ാം തീയതി കോഴിക്കോട് ബീച്ചിൽ നടക്കുന്ന യാത്രയുടെ സമാപന ചടങ്ങിൽ 1 ലക്ഷത്തോളം പേർ പങ്കെടുക്കും. 24 തൃശൂർ. ലഹരിക്കെതിരായ പോരാട്ടത്തിൽ പുതിയ സംവിധാനവുമായി 24 ലഹരി വിൽപ്പന ഉപയോഗ കേന്ദ്രങ്ങളെക്കുറിച്ച് വിവരം നൽകാൻ ടോൾ ഫ്രീ നമ്പർ പുറത്തിറക്കി. വിവരങ്ങൾ അറിയിക്കുന്നവരുടെ വിശദാംശങ്ങൾ രഹസ്യമായി സൂക്ഷിക്കും. 1800-425-4295 എന്നതാണ് ടോൾ ഫ്രീ നമ്പർ. ഇന്നത്തെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ഇനി. മലപ്പുറം ജില്ലയെക്കുറിച്ചുള്ള SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ വിദ്വേഷ പരാമർശത്തിൽ വ്യാപക പ്രതിഷേധം. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പരാമർശമെന്ന് KPCC അധ്യക്ഷൻ K. സുധാകരൻ പറഞ്ഞു. വെള്ളാപ്പള്ളി നടേശന് ചികിത്സ വേണമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം പറഞ്ഞു. മലപ്പുറം ജില്ല പ്രത്യേക രാജ്യമെന്നും ഈഴവർക്ക് അവഗണന എന്നുമായിരുന്നു വെള്ളാപ്പള്ളി നടേശന്റെ പരാമർശം. സ്വതന്ത്രമായൊരു വായു ശ്വസിച്ചുകൊണ്ട് മലപ്പുറത്ത് നിങ്ങൾക്ക് ജീവിക്കുവാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്വതന്ത്രമായൊരു അഭിപ്രായം പറഞ്ഞു പോലും ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല. മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാണ്, പ്രത്യേക ചില ആളുകളുടെ സംസ്ഥാനമാണ്. മലപ്പുറത്ത് പ്രത്യേകതരം ആളുകളുടെ ഇടയിൽ ജീവിക്കുന്നതുകൊണ്ട് പിന്നോക്കക്കാർക്ക് സ്വതന്ത്രമായി അഭിപ്രായം പറയാനോ വായു ശ്വസിക്കാനോ പോലും കഴിയുന്നില്ലെന്നാണ് വെള്ളാപ്പള്ളിയുടെ വിവാദ പ്രസംഗത്തിന്റെ ഉള്ളടക്കം. നിലമ്പൂർ ചുങ്കത്തറയിൽ നടന്ന ശ്രീനാരായണ കൺവെൻഷന്റെ ഉദ്ഘാടനമായിരുന്നു വേദി. വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. വെള്ളാപ്പള്ളിക്കെതിരെ KPCC അധ്യക്ഷൻ K. സുധാകരനും രംഗത്തെത്തി. പറഞ്ഞത് മോശമായി പോയി എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. വെള്ളാപ്പള്ളിയെ പോലുള്ളൊരു വലിയൊരാൾ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. ഇതൊരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കമന്റായി മാറിപ്പോയി എന്ന് ഞങ്ങൾക്കും ഫീൽ ഉണ്ട്. ബോധപൂർവം മതസൗഹൃദം തകർക്കാനുള്ള ശ്രമമെന്ന് AP അനിൽകുമാർ MLA. ഇത് RSSന്റെ അതുപോലെ തന്നെ BJPയുടെ ഒക്കെ നേതാക്കൾ മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. BJPയെ പ്രീണിപ്പിക്കുക എന്നുള്ളതിൽ അദ്ദേഹത്തിന് വലിയ ലക്ഷ്യങ്ങളുണ്ട്, അദ്ദേഹത്തിൻ്റെതായ വ്യക്തിപരമായ താല്പര്യങ്ങളുണ്ടാവും. പക്ഷേ അതിന്റെ പേരിൽ നാട്ടിൽ നിലനിൽക്കുന്ന മതസൗഹാർദ്ദം തകർക്കാൻ ഒരു കാരണവശാലും അനുവദിക്കില്ല. യൂത്ത് ലീഗ് പ്രവർത്തകർ താനൂരിൽ വെള്ളാപ്പള്ളിയുടെ കോലം കത്തിച്ച് പ്രതിഷേധിച്ചു. വെള്ളാപ്പള്ളി നടേശനെതിരെ മുസ്ലിം യൂത്ത് ലീഗ് പോലീസിൽ പരാതി നൽകി. SDPയും PDPയും പരാതി നൽകിയിട്ടുണ്ട്. 24 മലപ്പുറം. മറ്റൊരു വാർത്ത. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിൽ എക്സൈസ് പരിശോധന. ഹോസ്റ്റലിൽ നിന്ന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന. അജീഷ് ജയകുമാർ വിശദാംശങ്ങളുമായി. അജീഷ്, ഇപ്പോൾ എന്താണ് പരിശോധനയുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ വിശദാംശങ്ങൾ നമുക്ക് ലഭിക്കുന്നത്? ഇന്ന് വൈകിട്ടാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഹോസ്റ്റലിൽ എക്സൈസിന്റെ പരിശോധന നടന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ആ ഹോസ്റ്റലിന്റെ സമീപത്താണ്. എനിക്ക് പിന്നിൽ കാണുന്ന ഈ ദൃശ്യങ്ങളിൽ കാണുന്നതാണ് ആ മെൻസ് ഹോസ്റ്റൽ. കോളേജ് ക്യാമ്പസിന് പുറത്താണ് ഈ ഹോസ്റ്റൽ സ്ഥിതി ചെയ്യുന്നത്. മെഡിക്കൽ വിദ്യാർത്ഥികളാണ് ഇവിടെ താമസിച്ച് പഠിക്കുന്നത്. രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു എക്സൈസ് ഉദ്യോഗസ്ഥർ ഇവിടെ പരിശോധനയ്ക്ക് എത്തിയത്. ഈ ഹോസ്റ്റലിനകത്ത് നിന്ന് തന്നെയായിരുന്നു ആ ഇൻഫർമേഷൻ എക്സൈസിന് കിട്ടിയത്. അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഷാഡോ സംഘം ഇവിടെ പരിശോധനയ്ക്ക് എത്തിയത്. അതിനുശേഷം കുറച്ചു നേരം ഈ ക്യാമ്പസിന്റെ ഈ മെൻസ് ഹോസ്റ്റലിന്റെ പരിസരം നിരീക്ഷിച്ച ശേഷമാണ് ഉദ്യോഗസ്ഥർ അകത്ത് കടന്ന ശേഷം ഇപ്പോൾ ഷാഡോ സംഘം ആയതുകൊണ്ട് തന്നെ സെക്യൂരിറ്റി ആദ്യം ഒന്ന് സംശയം പ്രകടിപ്പിച്ചിരുന്നു. അങ്ങനെ കുറച്ചു നേരം അവിടെ തടഞ്ഞു നിർത്തി. പിന്നീടാണ് അകത്തേക്ക് കയറിയത്. അകത്ത് കയറി വിശദമായി തന്നെ എക്സൈസ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. പക്ഷേ ആ ഇൻഫർമേഷൻ അനുസരിച്ചിട്ടുള്ള സാധനങ്ങളൊന്നും കിട്ടിയില്ല. ലഹരി മരുന്നുകൾ ഇവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്നായിരുന്നു ഇൻഫർമേഷൻ കിട്ടിയത്. പക്ഷേ പരിശോധനയിൽ ലഹരി മരുന്നുകൾ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. പരിശോധനയ്ക്ക് ശേഷം എക്സൈസ് സംഘം ഇവിടെ നിന്ന് മടങ്ങിപ്പോവുകയും ചെയ്തു. അനുജ. ശരി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിൽ എക്സൈസിന്റെ പരിശോധന. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. മലപ്പുറം കോട്ടക്കലിൽ 1 കോടി രൂപയുടെ വിസ തട്ടിപ്പ് നടത്തിയ യുവാവ് അറസ്റ്റിൽ. കോട്ടക്കൽ സ്വദേശി പനക്കൽ വീട്ടിൽ സയ്യിദാണ് അറസ്റ്റിലായത്. റഷ്യയിലേക്ക് വിസ വാഗ്ദാനം ചെയ്താണ് പ്രതി തട്ടിപ്പ് നടത്തിയത്. സമീർ ബിൻ കരീം വിവരങ്ങളുമായി. സമീർ, ഇയാൾക്കെതിരെ വലിയ പരാതികൾ ധാരാളം പരാതികൾ ലഭിച്ചിരുന്നു എന്നതാണോ വിശദാംശങ്ങൾ?
അനുജ, ഇയാൾക്കെതിരെ നിരവധി പരാതികൾ ലഭിച്ച സാഹചര്യത്തിലാണ് കോട്ടക്കൽ പോലീസ് അന്വേഷണം നടത്തി പ്രതിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. 23-കാരനായ കോട്ടക്കൽ പനക്കൽ വീട്ടിൽ സ്വദേശി സയ്യിദ് എന്ന് പറയുന്നയാളെയാണ് കോട്ടക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. 60-ലധികം ആളുകളിൽ നിന്നായി 1 കോടിയിലധികം രൂപയുടെ തട്ടിപ്പാണ് ഇയാൾ നടത്തിയത് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഈ റഷ്യയിലേക്ക് വിസ വാഗ്ദാനം ചെയ്താണ് ഇയാൾ പലരിൽ നിന്നായി ലക്ഷങ്ങൾ രൂപ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അതിൽ ആദ്യഘട്ടത്തിൽ ഇയാൾ ചുരുക്കം ചില ആളുകളെ റഷ്യയിലേക്ക് വിസ തരപ്പെടുത്തി നൽകിയിരുന്നു. അതിന് പിന്നാലെ ഇയാൾ ഒന്നും തന്നെ ചെയ്തില്ല എന്ന് മാത്രമല്ല, ഇവരിൽ നിന്ന് പണം വാങ്ങി അത് തിരികെ നൽകാനും ഇയാൾ തയ്യാറായില്ല എന്നുള്ളതാണ്. അതിന് പിന്നാലെയാണ് പോലീസിന് പരാതി ലഭിക്കുക. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇയാൾ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഇയാൾ കൂടുതൽ പേരിൽ നിന്നും പണം വാങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസ് കണക്കാക്കുന്നത്. കൂടുതൽ പേരുകൾ ഇനി പരാതിയുമായി വരുന്ന സാഹചര്യത്തിൽ നടപടി സ്വീകരിക്കുന്നു പോലീസ് മനസ്സിലാക്കുന്നു. ഏതാണ്ട് 2 കോടി രൂപയുടെ തട്ടിപ്പ് നടന്നു എന്ന് പോലീസ് മനസ്സിലാക്കുന്നു. പക്ഷേ 1 കോടി രൂപയുടെ പരാതിയാണ് നിലവിൽ പോലീസിന് ലഭിച്ചിരിക്കുന്നത്. മലപ്പുറം കോട്ടക്കലിലാണ് 1 കോടി രൂപയുടെ വിസ തട്ടിപ്പ് നടത്തിയ ആൾ പിടിയിലായത്. RSS മുഖപത്രത്തിൽ കത്തോലിക്ക സഭയ്ക്കെതിരെ പ്രസിദ്ധീകരിച്ച ലേഖനം ആയുധമാക്കി പ്രതിപക്ഷം. വഖഫ് ബിൽ പാസാക്കിയ BJPയുടെ അടുത്ത ലക്ഷ്യം കത്തോലിക്ക സഭയെന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ചു. RSSന്റെ യഥാർത്ഥ മനസ്സിലിരിപ്പാണ് ലേഖനത്തിലൂടെ പുറത്തുവന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. RSS മുഖപത്രമായ ഓർഗനൈസറിൽ കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് കത്തോലിക്ക സഭയുടെ സ്വത്ത് വിവരങ്ങളെക്കുറിച്ചുള്ള ലേഖനം പ്രസിദ്ധീകരിച്ചത്. വഖഫ് ബോർഡിനേക്കാൾ ഭൂമി കത്തോലിക്ക സഭയുടെ കയ്യിലുണ്ട്. 20,000 കോടി വിലമതിക്കുന്ന 7 കോടി ഹെക്ടർ ഭൂമി സഭയുടെ പക്കലുണ്ട്. 2457 ആശുപത്രികൾ, 240 മെഡിക്കൽ നഴ്സിംഗ് കോളേജുകൾ, 3000-ഓളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സഭയ്ക്കുണ്ട്. 1927-ൽ ബ്രിട്ടൻ നടപ്പാക്കിയ ഇന്ത്യൻ ചർച്ച് ആക്ട് സഭയ്ക്ക് വലിയ തോതിലുള്ള ഭൂമി സ്വന്തമാക്കാൻ അവസരമൊരുക്കിയെന്നും ലേഖനം പറയുന്നു. കണക്കുകൾ ഓർമ്മപ്പെടുത്തുന്നതിനൊപ്പം കത്തോലിക്ക സഭ ഭൂമി സ്വന്തമാക്കിയത് നിയമാനുസൃതമായ മാർഗങ്ങളിലൂടെ തന്നെയാണോ എന്ന സംശയവും ഓർഗനൈസർ ഉന്നയിക്കുന്നു. രാജ്യവ്യാപക ചർച്ചയായതോടെ ലേഖനം ഓർഗനൈസർ പിൻവലിച്ചു. RSS ക്രിസ്ത്യാനികൾക്കെതിരെ തിരിയാൻ അധികം സമയം വേണ്ടിവന്നില്ലെന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം. സഭയുടെ സ്വത്തിനെക്കുറിച്ചുള്ള അനവസരത്തിലുള്ള പരാമർശം ചില വിപൽ സൂചനകളാണ് നൽകുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വഖഫിന് ശേഷം സംഘപരിവാറിന്റെ അടുത്ത ഉന്നം കത്തോലിക്ക സഭയാണെന്നും മുഖ്യമന്ത്രി. ഓർഗനൈസർ ലേഖനത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് VD സതീശനും രംഗത്തെത്തി. RSSന്റെ മുഖപത്രത്തിൽ RSSന്റെ അല്ലാതെ അഭിപ്രായം വരുമോ? RSS എന്നാ പറഞ്ഞിരിക്കുന്നത്? ഇന്ത്യയിലെ ക്രൈസ്തവരുടെ കയ്യിലിരിക്കുന്ന 17.29 കോടി ഏക്കർ തിരിച്ചു പിടിക്കാനുള്ള നടപടി സ്വീകരിക്കണം എന്നാ പറഞ്ഞിരിക്കുന്നത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. ക്രൈസ്തവ സമുദായത്തോടുള്ള അവഗണന തുടർന്നാൽ രാഷ്ട്രീയ പാർട്ടി രൂപീകരണത്തിലേക്ക് കടന്നേക്കുമെന്ന മുന്നറിയിപ്പുമായി ക്രൈസ്തവ സമുദായ അവകാശ പ്രഖ്യാപനം. ആരോ പറയുന്ന നിയമങ്ങൾക്ക് ഒപ്പിട്ട് നൽകുന്ന വനംമന്ത്രി കഴിവില്ലെങ്കിൽ രാജിവെക്കണമെന്ന് താമരശ്ശേരി രൂപതാ ബിഷപ്പ് മാർ റെമീജിയോസ് ഇഞ്ചനാനിയിൽ പറഞ്ഞു. JB കോശി കമ്മീഷൻ റിപ്പോർട്ട് വെളിച്ചം കണ്ടില്ലെങ്കിൽ സമുദായം രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുമെന്ന് തലശ്ശേരി രൂപതാ ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി പറഞ്ഞു. മുനമ്പം നിവാസികൾക്ക് റവന്യൂ അവകാശം ഉറപ്പുവരുത്തുന്നതുവരെ മലയോര ജനത ഒപ്പമുണ്ടാകുമെന്നും പാംപ്ലാനി പറഞ്ഞു. ക്രൈസ്തവ സമുദായം നിലവിൽ നേരിടുന്ന പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു താമരശ്ശേരി രൂപതയുടെ ക്രൈസ്തവ സമുദായ അവകാശ പ്രഖ്യാപന റാലിയും പൊതുസമ്മേളനവും. വനപാലകർക്കുള്ള മുന്നറിയിപ്പാണ് ഈ സമ്മേളനമെന്ന് പറഞ്ഞ താമരശ്ശേരി രൂപത ബിഷപ്പ് മാർ റെമീജിയോസ് ഇഞ്ചനാനിയൽ കഴിവില്ലെങ്കിൽ വനമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടു. കഴിവില്ലെങ്കിൽ വനമന്ത്രി രാജിവെക്കൂ എന്ന് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾക്ക് ജീവിക്കണം. ആരോ പറയുന്ന എഴുതി കൊടുക്കുന്ന നിയമങ്ങൾക്ക് ഒപ്പിട്ടതാണ് ഈ അടുത്ത കാലത്ത് വന നിയമം പാസാക്കുവാൻ പരിശ്രമിച്ചതും അതിനെ നാം കടുത്ത യുദ്ധത്തിലൂടെ തോൽപ്പിച്ചതും. മുഖ്യമന്ത്രി പിണറായി വിജയനായതുകൊണ്ടാണ് JB കോശി കമ്മീഷന് മുന്നിൽ പരാതി നൽകിയതെന്നും ആ റിപ്പോർട്ട് പുറത്തുവിടാത്തത് ക്രൈസ്തവ സമുദായത്തോടുള്ള അവഹേളനമെന്നും തലശ്ശേരി രൂപത ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി. വനംമന്ത്രിക്കെതിരെയും വനം വകുപ്പിനെതിരെയും കടുത്ത വിമർശനം. നമ്മുടെ കൃഷിഭൂമിയിൽ ഇറങ്ങുന്ന വന്യമൃഗങ്ങളെ കൃഷിഭൂമിയിൽ ഇറങ്ങാതെ വനാതിർത്തിക്കുള്ളിൽ നിയന്ത്രിച്ച് നിർത്തേണ്ട ഉത്തരവാദിത്വം വനം വകുപ്പിന്റേതാണ്, വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടേതാണ്. മുനമ്പം നിവാസികളുടെ സമരത്തിന് പൂർണ്ണ പിന്തുണയും പാംപ്ലാനി പ്രഖ്യാപിച്ചു. ക്രൈസ്തവ സമുദായ അവകാശ പ്രഖ്യാപന പത്രികയും സമ്മേളനത്തിൽ അവതരിപ്പിച്ചു. 24 കോഴിക്കോട്. വഖഫ് നിയമ ഭേദഗതി ബില്ലിനെ നിയമപരമായി നേരിടാൻ ഒരുങ്ങി പ്രതിപക്ഷം. മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ ഉടൻ കോടതിയെ സമീപിക്കും.
ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ബില്ലിനെതിരെ സംയുക്ത പ്രതിഷേധവും പരിഗണനയിലുണ്ട്. ന്യൂനപക്ഷത്തെ വഞ്ചിച്ച എംപിമാർ രാജിവെക്കണമെന്ന് PC ജോർജ് ആവശ്യപ്പെട്ടു. വഖഫ് നിയമഭേദഗതി ബില്ലിനെ പാർലമെന്റിനകത്ത് കൂട്ടായി എതിർത്ത പ്രതിപക്ഷം നിയമപോരാട്ടത്തിന് കൂടി ഒരുങ്ങുകയാണ്. ബില്ലിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുന്നതുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗ് നിയമോപദേശം തേടി. ബിൽ രാഷ്ട്രപതി ഒപ്പുവെച്ച് നിയമമായതിനു ശേഷം കോടതിയെ സമീപിക്കാനാണ് ലീഗിന്റെ തീരുമാനം. ബിൽ പാർലമെന്റിലെ ഇരുസഭകളും പാസാക്കിയതിന് പിന്നാലെ കോൺഗ്രസും AIMIM സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. വഖഫ് നിയമഭേദഗതി ബില്ലിനെ കേരളത്തിലെ എംപിമാർ പിന്തുണയ്ക്കാത്തതിനെതിരെ വിമർശനവുമായി PC ജോർജ് രംഗത്തെത്തി. മുനമ്പം പ്രശ്നത്തിന്റെ പേരിൽ ശാശ്വത പരിഹാരത്തിന് വഖഫ് നിയമ ഭേദഗതിയിലല്ലാതെ മറ്റൊരു മാർഗമില്ല എന്ന് കേരളം മുഴുവൻ അംഗീകരിച്ചതാണ്. അതിന്റെ തിരിച്ചറിവിൽ നിന്നാണ് ക്രൈസ്തവ സംഘടനകൾ ഈ ആവശ്യം ഉന്നയിച്ചത് തന്നെ. സത്യത്തിൽ ക്രിസ്ത്യൻ ഹിന്ദു വിഭാഗം ന്യായമായ അവകാശങ്ങൾക്ക് ഒപ്പം നിൽക്കാൻ ഞങ്ങൾക്കാവില്ല എന്ന സന്ദേശമാണ് LDF UDF എംപിമാർ ഇന്നലെ മിനിയാതുമായി പാർലമെന്റിലെ നടപടിയിലൂടെ തെളിയിച്ചിരിക്കുന്നത്. വഖഫിൽ കോൺഗ്രസ് നിലപാട് വ്യക്തമാണെന്ന് KC വേണുഗോപാൽ. ഈ ബില്ല് പാസ്സാക്കാൻ നമ്മൾ അനുവദിക്കുന്നതോടുകൂടി ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള ഭരണഘടനാ സംരക്ഷണം, ന്യൂനപക്ഷങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഭരണഘടനാ സംരക്ഷണം അതിൻ്റെ കടക്കൽ കത്തിവെക്കാനുള്ള അനുകൂലമായ അവസ്ഥ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഇന്ന് മുസ്ലിംസ് ആണെങ്കിൽ നാളെ ക്രൈസ്തവർ, പിന്നെ സിഖുകാർ, എല്ലാവരെയും ടാർഗറ്റ് ചെയ്യും എന്നുള്ളതാണ് സാഹചര്യം. ബില്ലിനെ പിന്തുണച്ചതിൽ NDA ഘടകകക്ഷികൾക്കുള്ളിൽ ഭിന്നത തുടരുന്നു. ബില്ലിനെ പിന്തുണച്ച ദേശീയ പ്രസിഡന്റ് ജയന്ത് ചൌധരിയുടെ തീരുമാനത്തിൽ പ്രതിഷേധിച്ച RLD ഉത്തർപ്രദേശ് ജനറൽ സെക്രട്ടറി ഷഹസേബ് റിസ്വി പാർട്ടിയിൽ നിന്നും രാജിവെച്ചു. JDUവിലെ കൂട്ടരാജിക്ക് പിന്നാലെയാണ് RLDയിലും ഭിന്നത രൂപപ്പെട്ടത്. 24 ഡൽഹി. പ്രൈം ടൈം തുടരുന്നു. വഖഫ് നിയമ ഭേദഗതി ബില്ലിൽ രാഷ്ട്രപതിക്ക് കത്തയച്ച് ലീഗ് എംപിമാർ. ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെക്കരുതെന്ന് കത്തിൽ അഭ്യർത്ഥിച്ചു. ബില്ല് മൗലികാവകാശങ്ങൾ ലംഘിക്കുന്നതാണ് എന്ന് ലീഗ് എംപിമാർ കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. ലീഗിന്റെ 5 എംപിമാരാണ് കത്ത് നൽകിയത്. സമീർ C. മുഹമ്മദ് വിശദാംശങ്ങളുമായി. സമീർ, നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ കോടതിയെ സമീപിക്കുമെന്നത് ലീഗ് അറിയിച്ചതാണ്. പാർലമെന്റ് പാസാക്കിയ ബില്ലാണ്. ഇനി രാഷ്ട്രപതി ഒപ്പുവെക്കുക മാത്രമേ ബാക്കിയുള്ളൂ. ആ ഘട്ടത്തിൽ രാഷ്ട്രപതിയെ കൂടി സമീപിക്കുക എന്നുള്ളതാണോ ലീഗിന്റെ തീരുമാനം? തീർച്ചയായും അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ രാഷ്ട്രീയപരമായും നിയമപരമായും ഈ വിഷയത്തെ മുസ്ലിം ലീഗ് നേരിടുന്നു. അതിന്റെ തുടർച്ചയായിക്കൊണ്ടാണ് ഇപ്പോൾ രാഷ്ട്രപതിക്ക് കത്തയച്ചിരിക്കുന്നത്. ലോക്സഭയും അതുപോലെ തന്നെ രാജ്യസഭയും പാസാക്കിയ ബില്ലിൽ ഇനി രാഷ്ട്രപതിയുടെ ഒപ്പുവെക്കൽ മാത്രമേ അത് നിയമമാകാൻ ബാക്കിയുള്ളൂ. ആ ഒരു വേളയിലാണ് രാഷ്ട്രപതിയോട് ഇതിൽ ഒപ്പുവെക്കരുത് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുസ്ലിം ലീഗിന്റെ 5 എംപിമാർ രാഷ്ട്രപതിക്ക് കത്തയച്ചിരിക്കുന്നത്. പ്രധാനമായും അതിനകത്ത് വിവിധ വിഷയങ്ങൾ അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മൗലികാവകാശങ്ങളുടെ ലംഘനമുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പ്രധാനമായും ഇതിൽ ഈ ബില്ലിൽ ഒപ്പുവെക്കരുത് എന്ന് ഈ കത്തിൽ ആവശ്യപ്പെടുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ആർട്ടിക്കിൾ 26 പ്രകാരം മതകാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം, അതുപോലെ തന്നെ ആർട്ടിക്കിൾ 25 മതസ്വാതന്ത്ര്യം, ആർട്ടിക്കിൾ 14 നിയമത്തിന് മുന്നിലെ തുല്യത, ഈ കാര്യങ്ങളെല്ലാം തന്നെ മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെടുന്നു എന്നും മത ന്യൂനപക്ഷങ്ങളോട് കേന്ദ്ര സർക്കാർ കാണിക്കുന്ന വിവേചനപരമായിട്ടുള്ള ഇടപെടൽ ഇതിനകത്ത് ഉണ്ടാകുന്നുണ്ട് എന്നും ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ കത്തിൽ ഒപ്പുവെക്കരുത്, ഈ ബില്ലിൽ ഒപ്പുവെക്കരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് മുസ്ലിം ലീഗിന്റെ 5 എംപിമാർ, ലോക്സഭയിലെ 2 എംപിമാരും രാജ്യസഭയിലെ 3 എംപിമാരും കത്തയച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഇതിനകത്ത് ചൂണ്ടിക്കാണിക്കുന്നു. വഖഫ് ബോർഡുകളിലെ അമുസ്ലിം പ്രാതിനിധ്യവും വാമൊഴി സമർപ്പണങ്ങൾക്കുള്ള നിയന്ത്രണങ്ങളും ഉൾപ്പെടെയുള്ള ബില്ലിലെ വ്യവസ്ഥകൾ അത് മുസ്ലിം ന്യൂനപക്ഷത്തോടുള്ള അവഗണനയാണ്, വിവേചനമാണ്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ട് ഇത് ഭരണഘടനാപരമായി ഈ വിഷയങ്ങളെല്ലാം പരിശോധിക്കണം. അതുകൊണ്ട് ഇക്കാര്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ട് ഈ ബില്ലിൽ ഒപ്പുവെക്കരുത് എന്നുള്ള അഭ്യർത്ഥനയാണ് എംപിമാരായിട്ടുള്ള ET മുഹമ്മദ് ബഷീർ, അതുപോലെ തന്നെ അബ്ദുൽ വഹാബ്, അതുപോലെ ഡോക്ടർ MP അബ്ദുൽ സമദ് സമദാനി, നവാസ് കെനി, വി കെ നവാസ് മീരാൻ ഹാരിസ് ബീരാൻ തുടങ്ങിയിട്ടുള്ള എംപിമാർ, ഈ 5 എംപിമാർ ഇത്തരം ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് രാഷ്ട്രപതിക്ക് കത്തയച്ചിരിക്കുന്നത്. രാഷ്ട്രപതി ഭവനിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണം ലഭ്യമായിട്ടില്ല. ഏതായാലും പ്രതീക്ഷയോടുകൂടി തന്നെയാണ് മുസ്ലിം ലീഗും അതുപോലെ തന്നെ ഇത്തരത്തിൽ ഈ വിഷയവുമായി മുന്നോട്ട് പോകുന്ന നിയമപോരാട്ടം നടത്തുന്നവരും വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. ഇതിൽ എന്തായിരിക്കും രാഷ്ട്രപതി ഭവനിൽ നിന്നുള്ള മറുപടി എന്നറിയാനുള്ള ഒരു കാത്തിരിപ്പിലാണ് ഈ മുസ്ലിം ലീഗും. അതുപോലെ തന്നെ വഖഫ് നിയമ ഭേദഗതി ബില്ലിലാണ് ഒപ്പുവയ്ക്കരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ലീഗ് എംപിമാർ 5 പേരാണ് രാഷ്ട്രപതിക്ക് കത്ത് നൽകിയത്. ഇന്നത്തെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, ആശാ വർക്കേഴ്സിന് പിടിവാശി എന്ന പരാമർശത്തിൽ INTUC സംസ്ഥാന അധ്യക്ഷൻ R ചന്ദ്രശേഖരനെ വിളിച്ചുവരുത്തി വിശദീകരണം തേടി KPCC അധ്യക്ഷൻ K സുധാകരൻ. പ്രശ്നങ്ങൾ പഠിക്കാൻ സമിതി എന്ന ആവശ്യം മുന്നോട്ട് വെച്ചത് താനല്ലെന്നും വേതന വർധനവ് വേണ്ടെന്ന് പറഞ്ഞിട്ടില്ലെന്നും R ചന്ദ്രശേഖരൻ വ്യക്തമാക്കി. പ്രതിപക്ഷ നേതാവ് VD സതീശനും ചന്ദ്രശേഖരന്റെ നിലപാടിനെതിരെ രംഗത്തെത്തിയിരുന്നു.
ആശാ വർക്കേഴ്സിന്റെ ആവശ്യം പഠിക്കാൻ കമ്മിറ്റിയെ നിയോഗിച്ച സർക്കാർ തീരുമാനത്തെയാണ് INTUC പ്രസിഡന്റ് R ചന്ദ്രശേഖരൻ പിന്തുണച്ചത്. മന്ത്രിയുടെ ഭാഗത്തു നിന്നാണ് ആദ്യം വരുന്നത് ഒരു നിർദ്ദേശം. ഇങ്ങനെ ഒരു സമിതി, അതും അംഗനവാടിയുടെ സമിതിയേക്കാൾ ഉന്നതമായൊരു സമിതി, സീനിയർ IAS ഉദ്യോഗസ്ഥൻ എന്നൊക്കെ പറഞ്ഞൊരു അഭിപ്രായമാണ് പറഞ്ഞത്. R ചന്ദ്രശേഖരനെ തള്ളി KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും രംഗത്തെത്തി. ആശാ വർക്കേഴ്സിന്റെ പ്രശ്നങ്ങൾ പഠിക്കാൻ കമ്മിറ്റി വെക്കണമെന്ന നിലപാട് കോൺഗ്രസിനില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ആശാ സമരത്തിലെ കമ്മീഷൻ വെച്ച് അവസാനിപ്പിക്കണം എന്നുള്ള നിലപാട് ഞങ്ങൾക്കില്ല. ആശാ സമരത്തിന് അവരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കണം, അവരുടെ റിട്ടയർമെന്റ് ബെനിഫിറ്റ് കൊടുക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. വ്യത്യസ്തമായിട്ടുള്ളൊരു അഭിപ്രായം കോൺഗ്രസ് ആയിട്ടോ UDF ആയിട്ടോ ബന്ധപ്പെട്ട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പാർട്ടി ഗൗരവമായിട്ട് പരിശോധിക്കും. പാർട്ടി നിലപാടിനെതിരെ നിൽക്കുന്ന R ചന്ദ്രശേഖരനെ താലോലിക്കാനാവില്ലെന്ന് K സുധാകരൻ. പാർട്ടിയുടെ നടപടിക്കെതിരെ നിൽക്കുന്നത് INTUCയുടെ സംസ്ഥാന പ്രസിഡന്റിനെ താലോലിക്കാൻ പറ്റുമോ? നമുക്ക് തലോടാൻ പറ്റുമോ? നമുക്ക് നടപടി എടുക്കേണ്ടി വന്നാൽ നടപടിയെടുക്കും. കൂലി വർധനവിൽ തങ്ങൾക്ക് പിടിവാശിയുണ്ടെന്ന് ആശാ വർക്കേഴ്സ്. ഞങ്ങൾക്ക് പിടിവാശിയുണ്ട്. ആ പിടിവാശി എന്ന് പറയുന്നത് കൂലി വർധനവ് എന്ന പിടിവാശിയാണ്. അടിയന്തരമായൊരു വർധനവ്, കൂലി വർധനവ് ആവശ്യപ്പെട്ട് വരുമ്പോൾ അത് കമ്മിറ്റി കൂടി പഠിച്ച് IAS ഉദ്യോഗസ്ഥൻ സർവീസിലുള്ളതാണോ സർവീസിൽ നിന്ന് പുറത്തുള്ളതാണോ എന്നൊന്നും ഇവിടെ പരിശോധിക്കേണ്ട കാര്യമില്ല. ഇവിടെ ഞങ്ങൾക്ക് അടിയന്തരമായി ഈ വേതന വർധനവ് മാത്രമേ ഉള്ളൂ. അതിനകത്ത് ഏതൊക്കെ തൊഴിലാളി സംഘടനകൾ അതിനെ എതിർത്തു എന്ന് പറഞ്ഞാലും ഞങ്ങൾ ഞങ്ങളുടെ തീരുമാനമായി മുന്നോട്ട് പോകും. തുടർച്ചയായി ആശാ സമരത്തെ തള്ളുന്ന നിലപാടെടുത്തതോടെയാണ് R ചന്ദ്രശേഖരനെ വിളിച്ചുവരുത്തി വിശദീകരണം തേടാൻ KPCC തീരുമാനിച്ചത്. സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ വേതന വർധന വേണ്ടെന്ന് പറഞ്ഞിട്ടില്ലെന്നും ആശാ വർക്കേഴ്സിനൊപ്പമാണ് INTUC എന്നും K സുധാകരനെ R ചന്ദ്രശേഖരൻ അറിയിച്ചു. 2 കേന്ദ്രമന്ത്രിമാരുണ്ടായിട്ടും ആശാ വർക്കേഴ്സിനായി ഒന്നും ചെയ്തില്ലെന്ന് മന്ത്രി V ശിവൻകുട്ടി പറഞ്ഞു. ആശമാരെ തൊഴിലാളികളായി പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ട കേന്ദ്രത്തിന് കത്തയച്ചിട്ടും ഒരു മറുപടിയും ലഭിച്ചില്ലെന്നും മന്ത്രി അറിയിച്ചു. ആശാ വർക്കേഴ്സിന്റെ രാപ്പകൽ സമരം ഇന്ന് 55-ാം ദിവസവും നിരാഹാര സമരം 17-ാം ദിവസത്തിലുമാണ്. 24 തിരുവനന്തപുരം. തിരികെ പ്രൈം ടൈമിലേക്ക്. കൊച്ചി ഇടശ്ശേരി ബാറിലെ വെടിവയ്പ് കേസിൽ ജാമ്യത്തിലിറങ്ങി മുങ്ങിയ പ്രതികളെ പോലീസ് പിടികൂടി. ദിൽഷൻ ബോസ്, മനു M നായർ എന്നിവരാണ് നോർത്ത് പോലീസ് പിടികൂടിയത്. 2024 ഫെബ്രുവരി 12-നായിരുന്നു ബാറിൽ വെടിവയ്പ് നടന്നത്. S ശ്യാംകുമാർ വിവരങ്ങളുമായി. ശ്യാംകുമാർ, എവിടെ വെച്ചാണ് ഇവരെ പോലീസ് പിടികൂടിയത്? 2 പ്രതികളും കേസിൽ ജാമ്യത്തിലിറങ്ങിയ ശേഷം ഒളിവിലായിരുന്നു. എറണാകുളം നോർത്ത് CIയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയിരിക്കുന്നത്. ഈ 2 പേരായിരുന്നു ഈ കേസിലെ മുഖ്യപ്രതികൾ. ഇവരാണ് 2024 ഫെബ്രുവരിയിൽ കത്രിക്കടവ് റോഡിലുള്ള ഇടശ്ശേരി ബാറിലെത്തുകയും മാനേജറുമായി തർക്കമുണ്ടായി അവിടെ നിന്ന് പോയ ശേഷം മാനേജറെ മർദ്ദിക്കുകയായിരുന്നു. ഇതിനെ എതിർത്ത ജീവനക്കാരെയാണ് എയർ പിസ്റ്റൾ ഉപയോഗിച്ച് വെടിവെച്ചത്. ഈ കേസിൽ പിടിയിലായി ജാമ്യം ലഭിച്ച ശേഷം പ്രതികൾ ഒളിവിൽ പോവുകയായിരുന്നു. വിചാരണയ്ക്കുൾപ്പെടെ സഹകരിക്കുന്നില്ലായിരുന്നു. ഇതോടെയാണ് പോലീസ് പ്രതികൾക്ക് വേണ്ടി അന്വേഷണം ആരംഭിക്കുകയും ഇന്ന് വൈകുന്നേരം പ്രതികളെ സാഹസികമായി കീഴടക്കി ഇപ്പോൾ എറണാകുളം നോർത്ത് സ്റ്റേഷനിൽ എത്തിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇന്നത്തെ പ്രൈം ടൈം അവസാനിക്കുന്നു. വീണ്ടും നാളെ കാണാം. ഗുഡ് നൈറ്റ്.